അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വശം വന്ന് കഴിഞ്ഞാലേ നിങ്ങൾ ദുആഉൽ ഖർബ് ചൊല്ലണമെന്ന് പഠിപ്പിച്ചതാ. നിങ്ങളൊരു പ്രതിസന്ധി വന്നാൽ ദുആഉൽ ഖർബ് ചൊല്ലണമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. എല്ലാവരും അവരുടെ മനസ്സിലെ ടെൻഷനുകൾ ദുആഉൽ ഖർബിനോട് ഇറക്കി വെക്കുക. പ്രതിസന്ധികളും ടെൻഷനുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുഃഖഭാരങ്ങളും നിറഞ്ഞ നമ്മുടെ ഈ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ സങ്കടങ്ങളാണ്, ഓരോ വിഷമങ്ങളാണ്. അറിവിന്നിലാവിന്റെ ഓഫീസിന്റെ തിരുമുറ്റത്ത് വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും യാതനകളും പറയുന്ന അറിവിന്നിലാവ് കുടുംബങ്ങൾ എത്രയാ. അവരുടെ കുടുംബത്തിലുള്ള വിഷമങ്ങൾ പറയാ, കടങ്ങളുടെ വിഷമങ്ങൾ പറയാ, രോഗങ്ങളുടെ വിഷമങ്ങൾ പറയാ. സുഖമില്ലാത്ത ആളുകൾ വന്ന വാഹനത്തിൽ ഇരുന്ന് എത്രയെത്ര സങ്കടങ്ങളാ അവർക്ക് പങ്കുവെക്കാനുള്ളത്. വേദനകളാണ്, പ്രതിസന്ധികളാണ്, വിഷമങ്ങളാണ്. കുടിക്കാത്ത മരുന്നില്ല ഉസ്താദേ, മജ്‌ലിസിൽ വെച്ച് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞു പോകുന്നവരുണ്ട്. ഈ എല്ലാ ദുആഉൽ ഖർബിലൂടെ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. എത്രയെത്ര പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരാണ്, എത്ര അമ്മമാരാണ്, എത്ര ഉമ്മമാരാണ്, എത്ര ബാപ്പമാരാണ്, എത്ര അച്ഛന്മാരാണ്. അവരുടെ വേദനകൾ മാറാൻ, അവരുടെ പ്രയാസങ്ങൾ മാറാൻ, അവരുടെ സങ്കടങ്ങൾക്കൊരു പരിഹാരമുണ്ടാവാൻ നീറുന്ന 100 കോട്ടം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അറിയാതെ തുടർന്നു കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നൊരു സമാധാനത്തിന് വേണ്ടി ദ്വാരിക്കണേ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി വിഷമങ്ങൾ പറയുന്നവനുണ്ട്. അവരെ എല്ലാ മനസ്സിന്റെ അടിത്തട്ടിൽ ഓർത്തെടുത്തിട്ട് നിന്നോട് ദുആഉൽ ഖർബ് ചൊല്ലി ഞങ്ങളെ ചോദിക്കുകയാണ്. അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുഃഖഭാരങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണം അല്ലാഹ്. അവരുടെ വിഷമങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ റബ്ബേ. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവര് വന്നതല്ല, എന്ത് കാര്യങ്ങളാണോ അവരിവിടെ പറഞ്ഞത് അല്ല, എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അറിവിന്നിലാവിന്റെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചിട്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണെന്ന് പറഞ്ഞവരുണ്ട്. പടച്ചവനെ, അവരുടെ സങ്കടങ്ങൾക്ക്, അവരുടെ വിഷമങ്ങൾക്ക്, അവരുടെ പ്രയാസങ്ങൾക്ക് ഈ പവിത്രമായ മജ്‌ലിസിലൂടെ പരിഹാരം കൊടുക്കണം അല്ലാഹ്, പരിഹാരം കൊടുക്കണം അല്ലാഹ്, പരിഹാരം കൊടുക്കണം അല്ലാഹ്, പരിഹാരം കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മള് ദുആഉൽ ഖർബ് ചൊല്ലാണ്. നമ്മുടെ അറിവിന്നിലാവ് ഓഫീസിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അൽഹംദുലില്ലാഹ്, ലുഖ്മാൻ എന്ന സഹോദരൻ, അവരുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കളിവിടെ വന്നിരുന്നു. ഉസ്താദ്, ഇത് ഞങ്ങളെ ഉപ്പച്ചി ഉണ്ടാക്കിയതാണ്. അറിവിന്നിലാവിന്റെ ഓഫീസിലേക്ക് നല്ലൊരു ലൈറ്റ്, മാഷാ അല്ലാഹ്, നല്ല ലൈറ്റ് ഒക്കെ കത്തുന്ന രൂപത്തിലുള്ള നല്ലൊരു ലൈറ്റ്, നല്ല റാഹത്തില്ല ഒരു അടിപൊളി ലൈറ്റ് അൽഹംദുലില്ലാഹ് ആ സഹോദരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരന് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ആ സഹോദരന് സന്തോഷം നൽകട്ടെ. മാഷാ അല്ലാഹ്. അല്ലാഹു ആ കുടുംബത്തിൽ നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, ആ കുടുംബത്തിന്റെ വിഷമങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങൾ അറിവിന്നില്ല ഓഫീസ് ഉദ്ഘാടനത്തിൽ, ഇതിന്റെ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ജോലിക്കാരെ അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഇന്നും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ നാളികേരവും അതേ പ്രകാരം വാഴപ്പഴവും കർമൂസ എന്ന് പറഞ്ഞറിയില്ലേ,
കർമ്മത്തി എന്ന് പറയും ചില നാട്ടില്, കറൂത്ത എന്ന് പറയും ചില നാട്ടില്. നിങ്ങളെ നാട്ടിൽ എന്താ പറയാറില്ല. അപ്പോ അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, അച്ചാറും അരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷാ അല്ലാ. ചേനയും ചേമ്പും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും ഖൈറ് കൊടുക്കട്ടെ. ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ ഖൈറ് കൊടുക്കണേ. അല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ ധാരാളം ആളുകൾ അള്ളാഹുലൊക്കെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് മജ്ലിസാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാണ് ദുആഉൽ കർബ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ദുആഉൽ കർബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ദുആഉൽ കർബ്, ദുആഉൽ കർബ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഓഫീസിൽ നോട്ടുണ്ടാവും. വെള്ളിയാഴ്ച ലീവാണ്. വ്യാഴാഴ്ച രാത്രി മജ്ലിസിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം ഇൻഷാ അല്ലാഹ്. രാത്രി വ്യാഴാഴ്ച മാത്രം രാത്രി സന്ദർശനം ഉണ്ടാവും. വ്യാഴാഴ്ച രാത്രി മാത്രം. അല്ലാത്ത സമയം അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി ഉണ്ടാവില്ല, പകലുണ്ടാവും. പകല് രാവിലെ 8 മണി 8:30 മുതൽ ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. 8 മണി മുതൽ വാഹനത്തിൽ വരുന്നവരെയും സുഖമില്ലാതെ വാഹനത്തിൽ വരുന്നവർ, അതേപ്രകാരം ബസ്സിൽ വരുന്നവർ, അവരെയൊക്കെ ആണ് ആദ്യം നോക്കുക ഇൻഷാ അല്ലാഹ്. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് കുറെ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. ഇന്ന് ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദ് എൻ്റെ നാട്ടിലെ 2-3 അമ്മമാർക്ക് മജ്ലിസിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, വരാൻ പറ്റും? വളരെ സന്തോഷമുള്ളൂ. 26-ാം തീയതിയിലെ പ്രോഗ്രാമിൽ എത്ര അമ്മമാര് വന്ന്, എത്ര അച്ഛന്മാര് വന്ന്, ഓരോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരും എല്ലാവർക്കും സ്വാഗതം. അറിവിനിലാവിന്റെ തിരുമുറ്റത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റട്ടെ. എല്ലാവരുടെ സങ്കടങ്ങളും, നമ്മുടെ ഒക്കെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ ഒക്കെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹുവേ, ഇനിയിപ്പോൾ അതൊന്ന് കത്തിച്ച് കാണിക്കേണ്ടി വരും. കത്തിച്ച് കാണിക്കണമെങ്കിൽ ഇനിയിപ്പോൾ സമയം പോകും, ടൈം പോകും. അത് കത്തിച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കത്തിച്ച് കാണിച്ചാൽ പിന്നെ കേട്ടോ. നമ്മളെ ഓഫീസൊക്കെ കണ്ടില്ലേ? അറിവിനിലാവിന്റെ ഓഫീസൊക്കെ കണ്ടില്ലേ? കണ്ടോ? 26-ാം തീയതി കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കുറേ ദൂരത്തായി പോയി, ഒരുപാട് ദൂരങ്ങളിലായി പോയി. പല ആളുകളും തിരക്കിനടിയിൽ വീണിട്ട് കാലിന് മുറിവ് പറ്റിയവരുണ്ട്, പുര വേദനിച്ചവരുണ്ട്. മറക്കൂല കേട്ടോ. അല്ലാഹുൽക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ. എല്ലാവർക്കും ഷിഫ കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവരും രോഗങ്ങൾ അല്ലാഹു മാറ്റട്ടെ. എപ്പോഴും ദുആ. പ്രോഗ്രാമൊക്കെ വളരെ സന്തോഷമായി. പിന്നെ ഒരു വലിയൊരു സങ്കടം എന്താ അറിയോ? 26-ാം തീയതി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാന്, ശരിക്കൊന്ന് ഇരിക്കാന് നല്ലതുപോലെ പറ്റിയില്ല. അതേപ്രകാരം എല്ലാ ആളുകൾക്കും ഭക്ഷണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതാണ് വലിയൊരു സങ്കടം. അതിപ്പോഴും സംഗതി ഇപ്പൊ നിങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അതിപ്പോഴും മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനാണ്, വല്ലാത്തൊരു സങ്കടമാണ്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ 26-ാം തീയതി നടന്ന പ്രോഗ്രാം ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. എല്ലാവരും പറയും, ഉസ്താദേ ഗംഭീര പ്രോഗ്രാം ആയല്ലോ, ഇന്ന് വരെ കാണാത്ത ജനങ്ങളൊക്കെ കൂടിയല്ലോ. മാഷാ അല്ലാഹ്, എത്ര ജനങ്ങളാണ്, എവിടുന്നാ ഇവരൊക്കെ വന്നത്? ബസ്സും വാഹനം എത്ര പിടിച്ചിട്ട് സുബഹി മുതൽ തലേന്ന് മുതൽ അൽഹംദുലില്ലാഹ് എത്ര ആളുകളാണ് ഒഴുകിയെത്തിയത്. എല്ലാവരും പറയുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാഹ് പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ സങ്കടമുണ്ട്. പക്ഷേ ആ വന്ന ഉമ്മമാർക്കും ആ വല്യപ്പമാർക്കും വല്യമ്മമാർക്കും ഒക്കെ വേണ്ടത്ര സൗകര്യം ഒരുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ. കാരണം നമ്മൾ കരുതിയതിന്റെ അപ്പുറത്തേക്ക് എത്തിപ്പോയി. അപ്പൊ വല്ലാത്തൊരു നീറ്റൽ, അത് മാറൂല. പക്ഷെ അത് വല്ലാത്തൊരു സങ്കടമായി പോയി. എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും
ഒരുക്കിയിരുന്നു. പക്ഷെ ജനത്തിന്റെ തിരക്ക് കാരണം എങ്കിലും അൽഹംദുലില്ലാ ഒരാൾക്കും കൂടുതലൊന്നും ഒരു അപകടമില്ലാതെ അല്ലാഹു വളരെ റാഹത്തായി ഭംഗിയായി അത് സമാപിച്ചല്ലോ. വളരെ സന്തോഷത്തോടെ ഒരു അപകടം ഒരു പ്രശ്നം ഒരാൾക്കില്ലാതെ അൽഹംദുലില്ലാ നാട്ടുകാരും കൂട്ടുകാരും നാട്ടിലെ എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പ്രിയപ്പെട്ട എല്ലാ മതത്തിലുള്ള ആളുകളും വളരെ സജീവമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ വിജയത്തിന് വേണ്ടി പങ്കാളികളായി. ഒരാളെയും മറക്കൂല. അള്ളാഹു എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു ഈ നാട് നല്ല ഐശ്വര്യമുള്ള നാടായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ അൽഹംദുലില്ലാ അങ്ങനെ നമ്മിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. 26-ാം തീയതിയിലെ പ്രോഗ്രാമിന് വന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവിൽക്കൊക്കെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പല ആളുകൾ റോട്ടിൽ നിന്നാണ് നിസ്കരിച്ചത്, പല ആളുകൾ ഗ്രൗണ്ടിലാണ് കിടന്നുറങ്ങിയത്, പല ആളുകളും നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ഫുള്ളായി. ബിൽഡിങ്ങും പന്തലിട്ട ഏരിയയും സ്ഥലങ്ങളൊക്കെ എല്ലാം ഫുള്ളായി. ഭയങ്കര ക്രൗഡായിരുന്നു. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ അയൽപക്കത്ത് വീടുകളിൽ നിസ്കരിച്ച്, മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് അൽഹംദുലില്ലാ അല്ലാഹു അതൊക്കെ വലിയൊരു സന്തോഷമായിട്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ ഉമ്മയുടെ ഉപ്പ മരണപ്പെട്ടു. പ്രിയപ്പെട്ട റയീസ് നമ്മുടെ അറബിനിലാവിന്റെ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്തിരുന്നൊരു കുഞ്ഞോനാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. ഖബറിടം അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആഉൽ കർബ് ചൊല്ലാണ്. ഒരു 11 തവണ ദുആഉൽ കർബ് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ എന്ത് വിഷമമുണ്ടോ അതൊക്കെ മാറണം എന്ന നിയത്ത് വെച്ചിട്ട് മജ്ലിസിൽ ഇരിക്കുക കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞിപ്പുസ്താദും അവരുടെ ഭാര്യയും അല്ലാഹുവിൽക്ക് ഖൈർ കൊടുക്കട്ടെ. ഇവിടുത്തെ സ്റ്റാഫുകൾ അല്ലാഹുവിൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് നൽകട്ടെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യാൻറ്റീനിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇനി ക്യാൻറ്റീൻ തന്നെ നല്ല റാഹത്തായി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. അല്ലാഹു അതൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ, റാഹത്താക്കി തരട്ടെ. അൽഹംദുലില്ലാ അല്ലാഹുവിനെ ഖൈർ കൊടുക്കണേ റഹ്മാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുആഉൽ കർബ് എല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവരും ദുആരിക്കാട്ടോ. നല്ല വെള്ളം വേണം, വരുന്ന ആളുകൾക്കൊക്കെ വെള്ളം വേണം. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. ഇപ്പൊ അല്ലാഹു നല്ല വെള്ളം തന്നിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെ കിണറ്റിലെ വെള്ളം അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെ കിണറ്റിലെ വെള്ളം അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ എല്ലാവരെ കിണറ്റിലെ വെള്ളം അല്ലാഹു നിലനിർത്തി തരട്ടെ. വരുന്ന ആളുകൾക്കൊക്കെ പടച്ചോനെ ആ വെള്ളം വേണം. വരുന്ന ആളുകൾക്കൊക്കെ ആ വെള്ളം വേണം. അല്ലാഹുവേ നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ദുആഉൽ ഖർബ് ചൊല്ലുകയാണ്. ഞങ്ങളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലിയ ദുആണ്. അത്രയും വലിയ പവറുള്ള ദുആണ് ദുആഉൽ ഖർബ്. അത്രയും വലിയ പവറുള്ള ദുആണ് ദുആഉൽ ഖർബ്. പ്രസവ വേദന വരുന്ന പെണ്ണെ, ആ പെണ്ണിന്റെ പരിസരത്തിരുന്ന് ഒരാൾ ദുആഉൽ ഖർബ് ചൊല്ലിയാൽ ആ പെണ്ണിന് വിഷമങ്ങളില്ലാതെ, വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അല്ലാഹു സുഖപ്രസവം നൽകുമെന്ന് മഹാന്മാരെ ദുആഉൽ ഖർബിന്റെ പ്രതിഫലം പഠിപ്പിക്കുകയാണ്. മരണസമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന പോലെ നമ്മളൊന്ന് രുചിച്ചു നോക്കിയിട്ടില്ല. പ്രസവത്തിന്റെ വേദന അറിഞ്ഞ പെണ്ണേ, പ്രസവത്തിന്റെ വേദന അറിഞ്ഞ ഉമ്മമാരെ, നമ്മൾ പറയോല ഉസ്താദേ പ്രസവത്തിന് വലിയ വേദനയാണ്, നൊമ്പരമാണ്, സങ്കടമാണ്, അത് വല്ലാത്തൊരു വിഷമമാണെന്ന് പറയാറില്ലേ? പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടിയാണ് 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 മരണത്തിന്റെ വേദന. പൊന്നുമോളെ, ആ മരണത്തിന്റെ വേദന അല്ലാഹു നമുക്ക് ലഘൂകരിച്ചു തരണ്ടേ. ദുആഉൽ ഖർബ് പതിവാക്കണം മോളെ. ഭർത്താവില്ലാതെ ഭർത്താവ് മരണപ്പെട്ട ഭർത്താവ്, നാട് വിട്ടുപോയ ഭർത്താവ്, ഒഴിവാക്കി പോയ വിധവകളായ
എന്റെ സഹോദരിമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരുപാട് വിഷമങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടെന്ന് നല്ലതുപോലെ അറിയാം. ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നല്ലതുപോലെ അറിയാം. ആ മനസ്സിന്റെ അകത്തെ സങ്കടഭാരങ്ങള്, ദുഃഖഭാരങ്ങള്, പ്രതിസന്ധികള്, ടെൻഷനുകള്, വിഷമങ്ങളെല്ലാം ഈ അറിവിന്ദിലാവില്ല മജ്ലിസിലെ ദുആഉൽ ഖറബിലൂടെ ഇറക്കി വെക്കണം പെങ്ങളെ. ആ മനസ്സിന് ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കരുത്. ആ മനസ്സിന് സമാധാനം കൊടുക്കുക. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർ, ഉമ്മയില്ല, ബാപ്പയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, മരുമക്കളില്ല, പേരമക്കളില്ല, കൂട്ടുകാരില്ല, കൂട്ടുകാരുകളില്ല, ഒറ്റപ്പെട്ടു പോയവർ, ഓരോ സങ്കടങ്ങളെ ഹൃദയാന്തരത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്നവരല്ല. ദുആഉൽ ഖറബിലൂടെ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ദുആഉൽ ഖറബിലൂടെ സമാധാനം കൊടുക്കണം അല്ലാഹ്. ദുആഉൽ ഖറബിലൂടെ സമാധാനം കൊടുക്കണം അല്ലാഹ്. വയസ്സ് എത്രയോ ആയി റബ്ബേ, ഒരു കല്യാണം നോക്കാതെ തുടങ്ങിയിട്ട് കാലം എത്രയായി റബ്ബേ, എത്ര നോക്കിയിട്ട് കല്യാണം ശരിയാകാത്ത ടെൻഷനാണ് അല്ലാഹ്. ദുആഉൽ ഖറബിലൂടെ ടെൻഷൻ മാറ്റിയിട്ട് അവരെ കല്യാണം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് ചോദ്യമാണ്, ആയില്ലേ, വിശേഷമായില്ലേ, മക്കളായില്ലേ, ആർക്കാണ് കുഴപ്പം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് പടച്ചവനെ ഒന്നുമുണ്ടായിട്ടില്ല. ഓരോ രാത്രിയും നിങ്ങളെ സഹോദര സഹോദരിമാരെ കിടന്നിറങ്ങുമ്പോ ഇന്നത്തെ രാത്രി അല്ലാഹു എനിക്കൊന്ന് തന്നിരുന്നെങ്കിലേ, അറിവിന്ദിലാവില്ല മജ്ലിസിൽ വെച്ച് വെള്ളം കുടിച്ച് ഈത്തപ്പഴം കഴിച്ച് ഇന്നത്തെ രാത്രി അല്ലാഹു എനിക്കൊരു കുഞ്ഞിനെ തന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് കിടന്നിറങ്ങുന്നവരാണ്. ആ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ, ആ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ, 9 മാസം ഗർഭാശയത്തിന്റെ അകത്ത് കൊണ്ട് നടന്ന കുഞ്ഞിന് അപകടവും വരാതെ, ഒരു വിഷമവും വരാതെ, ഒരു പ്രയാസവും വരാതെ, സുഖപ്രസവത്തിലൂടെ സന്തോഷത്തോടെ റാഹത്തോടെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായി കിട്ടണമെന്ന നിയത്തോടെ ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാർ ഗർഭാശയത്തിന്റെ അകത്ത് കുഞ്ഞുമക്കളെ കൊണ്ട് നടക്കുകയാണ്. പടച്ചവനെ, ദുആഉൽ ഖറബിനോട് പരിഹാരം നൽകണേ അല്ലാഹ്. കടങ്ങളാണ് ഉസ്താദേ, വീട് ജപ്തിയുടെ വക്കിലാണ് ഉസ്താദേ, ബാധ്യതകളാണ് ഉസ്താദേ. ഒരുപാട് ആഗ്രഹത്തോടെ ബിസിനസ് തുടങ്ങി, ബിസിനസ് പൊടിഞ്ഞു പോയി, കച്ചവടം പച്ചപിടിച്ചില്ല, വാഹനത്തിന് ഓട്ടമില്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങൾ പറയുന്നവരുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാം 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 ദുആഉൽ ഖറബിലൂടെ പരിഹാരം കൊടുക്കണേ റബ്ബേ, പരിഹാരം കൊടുക്കണേ അല്ലാഹ്. ഗൾഫിലേക്ക് ജോലിക്ക് പോയ പ്രിയപ്പെട്ട ബാപ്പച്ചി ജയിലിലാ. ഓരോ പെരുന്നാളിലും പ്രിയപ്പെട്ട പ്രവാസികളെ വീട്ടിലേക്ക് വന്ന് സന്തോഷം പറയുമ്പോ, കൊല്ലങ്ങളായില്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജയിലിലാണ് റബ്ബേ, കൊല്ലങ്ങളായില്ലോ എന്റെ പ്രിയപ്പെട്ട ബാപ്പ ജയിലിലാണ് അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവരുണ്ട്, കേസുള്ളവരുണ്ട്. എല്ലാം ദുആഉൽ ഖറബിലുള്ള ബറക്കത്തുകൊണ്ട് പരിഹാരം കൊടുക്കണമല്ലാ. പ്രത്യേകിച്ച് 26-ാം തീയതി നടന്ന ജനസാഗരങ്ങളെ പങ്കെടുത്ത അറിവിന്ദിലാവിലുള്ള മജ്ലിസിലേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ ജനങ്ങളും എല്ലാവരുടെ എല്ലാ പ്രതിസന്ധികളും പരിഹാരം കൊടുക്കണേ അല്ലാഹ്, പരിഹാരം കൊടുക്കണേ അല്ലാഹ്, പരിഹാരം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, 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 ഇൻഷാ അല്ലാഹ് ദുആഉൽ ഖറബ് ചൊല്ലുകയാണ്, ദുആഉൽ ഖറബ് ചൊല്ലുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم،
لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم എല്ലാവരും കയ്യിനോടെ മുഖം തടവുക എല്ലാവരും കയ്യിനോടെ ശരീരഭാഗങ്ങളെ തടവുക പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ദുആഉൽ ഖറബിനെ കബൂലാക്കണം അല്ലാഹ് സ്വീകരിക്കണം അല്ലാഹ് ആ ദുആഉൽ ഖറബ് ചൊല്ലുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ അകത്തുള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ പടച്ചവനെ നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ് അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ദുഃഖങ്ങളെ എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം പൊറുക്ക് റബ്ബേ ഞങ്ങളെ ഖൽബ് നന്നാക്ക് റബ്ബേ ഇഖ്ലാസ് നൽകണം അല്ലാഹ് ഈമാൻ നൽകണം അല്ലാഹ് തഖ്വ നൽകണം അല്ലാഹ് പടച്ചവനെ നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ് നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമല്ലാഹ് നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമല്ലാഹ് നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്ക് റബ്ബേ ഞങ്ങളെ അറിവിന്റെ വലിയുമ്മമാരെ പാവപ്പെട്ട എന്റെ പുന്നാര ഉമ്മയടക്കം പലരും മരിച്ചുപോയല്ലോ അല്ലാഹ് ശൈഖുനാ ചെറിയ പിസ്താദടക്കം പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയല്ലോ അല്ലാഹ് അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങള് പലരും മരിച്ചുപോയി റബ്ബേ അറിവിന്നിലാവിനെ ഇഷ്ടപ്പെട്ടിരുന്ന പല വലിയുമ്മമാര് മരിച്ചുപോയല്ലോ അല്ലാഹ് അറിവിന്നിലാവിനെ ഇഷ്ടപ്പെട്ട പല വലിയുപ്പമാരും മരിച്ചുപോയല്ലോ അല്ലാഹ് ഈ പവിത്രമായ മജ്‌ലിസിനെ സ്നേഹിച്ചിരുന്ന പലരോ ഞങ്ങളോട് വിട പറഞ്ഞു പോയി റബ്ബേ യാ അല്ലാഹ് അവരിപ്പോ ഉണ്ടായിരുന്നുവെങ്കിൽ അവര് ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുമായിരുന്നു ഖബറിലാണ് 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 യാ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിലെ സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കണം അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കണം അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കണം അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനേ
റഹ്മാനായ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ പടച്ചവനെ, ഈ പവിത്രമായ അറിവിന്ദിലാവിനുള്ള മജ്‌ലിസ് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവരും ഖബറിലോ സ്വർഗത്തിലുള്ള പൂന്തോപ്പാക്കണേ അല്ലാഹ്, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, സ്വർഗം നൽകണം അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, രാജാതിരാജനായ അല്ലാഹ്, ഈ പവിത്രമായ മജ്‌ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഒരുപാട് വലിയുമ്മമാര് ഞങ്ങളെ മജ്‌ലിസിലുണ്ട്, ഒരുപാട് വലിയുപ്പമാര് ഞങ്ങളെ മജ്‌ലിസിലുണ്ട്, ഒരുപാട് സഹോദര സഹോദരിമാര് ഞങ്ങളെ മജ്‌ലിസിലുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. റബ്ബേ, അവരുടെ എല്ലാ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാഹ്, അവരുടെ എല്ലാ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാഹ്. ആ ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ആ നിയത്തുകളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ആ നിയത്തുകളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ ബറക്കത്തുള്ള വീടാക്ക് റബ്ബേ, റഹ്മത്തുള്ള വീടാക്ക് റബ്ബേ. കോട്ടേഴ്സുകൾ, വില്ലകൾ, ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബാർബർ ഷോപ്പുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, ആരെല്ലാം എവിടെ ഇരുന്നല്ല ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം നീ ബറക്കത്തിനെ ചൊരിയണേ അല്ലാഹ്, റഹ്മത്തിനെ ചൊരിയണേ അല്ലാഹ്, റാഹത്തിനെ ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണമല്ല, അതിനുള്ള വഴികളെ ഞങ്ങളെ മുന്നിലെ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തണം അല്ലാഹ്. ദുആഉൽ കറബിന്റെ ബറക്കത്ത് കൊണ്ട് വേദനകളെ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണം അല്ലാഹ്, പ്രശ്നങ്ങളെ മാറ്റണം അല്ലാഹ്, പ്രതിസന്ധികളെ മാറ്റണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ റബ്ബേ, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഞങ്ങളെ വലിയുമ്മമാർ, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഞങ്ങളെ വലിയുപ്പമാർ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാർ, യാ അല്ലാഹ്, നീ അവർക്കെല്ലാം അവരുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, അവരുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, അവരുടെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ കൂട്ടത്തില് മക്കളില്ലാത്തവരുണ്ട്, നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ, വീടില്ലാത്തവർക്കൊരു വീട് നൽകണേ അല്ലാഹ്, റോഡില്ലാത്തവർക്കൊരു റോഡ് നൽകണേ അല്ലാഹ്, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്, വിദേശത്തേക്കൊരു വിസ റെഡിയാക്കണേ അല്ലാഹ്, ടിക്കറ്റ് റെഡിയാക്കണേ അല്ലാഹ്, മെഡിക്കൽ പാസ്സാക്കണേ അല്ലാഹ്, വിസക്ക് പോയി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നീ കൊടുക്കണേ റഹ്മാനെ, ജോലി ചെയ്ത ശമ്പളം തരണേ അല്ലാഹ്. ഇഖാമയുടെ പ്രശ്നം, തനാസുലിന്റെ പ്രശ്നം, വിസയുടെ പ്രശ്നം എല്ലാം 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 പരിഹരിച്ചു തരണമല്ലാഹ്. പടച്ചവനെ, ബിസിനസ്സിലെല്ലാം ബറക്കത്ത് തരണേ, കച്ചവടത്തിലെല്ലാം ബറക്കത്ത് തരണേ, കൃഷികളിലെല്ലാം ബറക്കത്ത് തരണേ, ഏർപ്പാടിലെല്ലാം ബറക്കത്ത് തരണേ, ജോലികളിലെല്ലാം ബറക്കത്ത് തരണേ അല്ലാഹ്. നീ ഞങ്ങൾ
ഞങ്ങൾക്ക് തന്ന നിഅമത്തിന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാലും മതി വരൂല റബ്ബേ. നീ ഞങ്ങൾക്ക് എന്തെല്ലാമാണ് തന്നത്, ഞങ്ങൾ ചോദിച്ചതിനപ്പുറം നീ ഞങ്ങൾക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. എല്ലാത്തിനും നീ ഞങ്ങൾ ശുക്ർ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ. ഞങ്ങളെ പാപകാരണങ്ങളെല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. ഓരോ ദിവസവും അറിവിന്നിലാവിന്റെ ഓഫീസിൽ വന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട്, ഈ മക്കൾക്കുള്ള നേർച്ചകൾ നൽകുന്നവരുണ്ട്, അരി കൊണ്ടുവരുന്നവരുണ്ട്, പച്ചക്കറികളെ കൊണ്ടുവരുന്നവരുണ്ട്. യാ അല്ലാഹ്, അങ്ങനെ അറിവിന്നിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് സഹായങ്ങളെ കൊണ്ടുവരുന്നവനുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ദുആ വസിയത്ത് ഏൽപ്പിക്കുന്നവനുണ്ട്. എല്ലാവർക്കും പരിഹാരം കൊടുക്കണേ റബ്ബേ, എല്ലാവർക്കും പരിഹാരം കൊടുക്കണേ റബ്ബേ, എല്ലാവർക്കും പരിഹാരം കൊടുക്കണേ അല്ലാഹ്. ആരെല്ലാം എന്തെല്ലാം നിയത്ത് വച്ചിട്ടാണോ 26-ാം തീയതി നടന്ന പ്രോഗ്രാമിൽ വന്നത്, പടച്ചവനെ ഓരോ വെള്ളിയാഴ്ച രാമൻ ഇവിടെ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാൻ എന്ത് നിയത്ത് വെച്ചിട്ടാണോ വരുന്നത്, ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അറിവിന്നിലാവ് കുടുംബങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണോ വരുന്നത്, യാ അല്ലാഹ് അവരുടെയും നിങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ബർക്കത്ത് കൊടുക്ക് റബ്ബേ, ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് റഹ്മത്ത് കൊടുക്ക് റബ്ബേ. ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നവര്, വളണ്ടിയർമാരാകുന്നവര് എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരാളെയും നീ വെറുതെ ആക്കല്ലേ റബ്ബേ, ഒരാളെയും നീ വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളുടെ സങ്കടങ്ങളെ നീക്കണേ അല്ലാഹ്. ഉമ്മ ഖബറില, ഉമ്മാക്ക് സ്വർഗം കൊടുക്ക് റബ്ബേ, ഉമ്മാക്ക് സ്വർഗം കൊടുക്ക് റബ്ബേ, ഉമ്മാക്ക് സ്വർഗം കൊടുക്ക് റബ്ബേ. ശൈഖുന ചെറിയ പിസ്താനടക്കം ഞങ്ങളെ ഉസ്താദുമാരെ പലരും മരിച്ചുപോയി റബ്ബേ. ഖബർ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അവരുടെ ബറക നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. അറിവിന്നിലാവ കുടുംബങ്ങളുടെ ഖബർ സ്വർഗമാക്കണേ, വിശാലമാക്കണേ അല്ലാഹുവേ. ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായിരുന്ന, ഞങ്ങൾക്കെല്ലാം വലിയ അത്താണിയായിരുന്ന മഹാനായ ശൈഖുന കള്ളംതോട് കരീം ഉസ്താദ്, ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ഹജ്ജുമ്മ കള്ളംതോട് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് വഫാത്തായി. പടച്ചവനെ ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാഹ്. ആ ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കണം അല്ലാഹ്. ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗത്തിലെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണം അല്ലാഹ്. സ്വർഗം കൊടുക്കണം അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്. അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, അറിവിന്നിലാവില്ല കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ വല്യമ്മമാര്, വല്യുപ്പമാര്, ഞങ്ങളെ സഹോദര സഹോദരിമാര്, ചെറുപ്പക്കാരുകൾ അവർക്കെല്ലാം റാഹത്ത് കൊടുക്കണേ റബ്ബേ. സമാധാനം കൊടുക്കണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
കമന്റിലൂടെ ദ്വാരക്കാൻ വേണ്ടി പറയുന്നവർ എത്രയാ. എത്രയോ അമ്മമാരാണ് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്, എത്രയോ അച്ഛന്മാരാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്, എത്രയോ പ്രിയപ്പെട്ടവരാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്, എത്രയോ പ്രിയപ്പെട്ടവരാ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നത്. പടച്ചവനെ അവരുടെ സങ്കടങ്ങൾ നിനക്കറിയാലോ റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ നിനക്കറിയാലോ റബ്ബേ, അവരുടെ ദുഃഖങ്ങൾ നിനക്കറിയാലോ റബ്ബേ. ഈ മജ്‌ലിസ് കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ മുഴുവൻ സങ്കടങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനേ. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ, ഞങ്ങളെ സാദാത്യങ്ങൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിറത്ത് നീ നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളെ ആഖിറത്തിനെ നീ നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളെ ആഖിറത്തിനെ നീ നന്നാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. إن شاء الله ഹദ്ദാദ് റാത്തീബ് ചൊല്ലാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഹദ്ദാദ് റാത്തീബ് ചൊല്ലാം. ഹദ്ദാദ് ചൊല്ലിയിട്ട് നമുക്ക് 3 സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയാം. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവർ വന്ന് ദ്വാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, സന്തോഷവും ഐശ്വര്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തവസ്സുൽ ബൈത്ത് ചൊല്ലാണ്. എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കൊളി. നല്ല നിയ്യത്ത് വെച്ചിട്ട്, നല്ല മുറാദ് വെച്ചിട്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ എന്താണോ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് അല്ലാഹു അത് സാധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവേ നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാഹ്, നീ അത് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പവിത്രമായ മജ്‌ലിസിൽ ഇരുന്ന് ഞങ്ങൾ തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ ഈ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിയത്തുകളും യാ അല്ലാഹ് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്, സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ചല്ലാ തവസ്സുൽ ബൈത്ത് ആരംഭിക്കാം. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി. യാ ശൈഖനാ യാ ഖുത്ബൽ അഖ്താബി യാ മുഹിയദ്ദീനി യാ സയ്യിദി യാ മഖദു അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു 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 അല്ലാഹു
ارحم عبد القادر جيلاني يا سلطان سالكين يا سيد العارفين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا برهان العاشقين يا غوث المسلمين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا قطب الواصلين يا قبلة العالمين يا سيدي يا مخدوم عبد القادر جيلاني يا مرشد طالبين يا منجي الهالكين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا غوث المجاهدين يا عين المشاهدين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا باز الطائرين يا سيف الذاكرين يا سيدي يا مخدوم عبد القادر جيلاني يا ذخر القاصدين يا فخر التابعين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا سكن المقتدين يا زين العابدين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا دليل الحائرين يا جود الزائرين يا سيدي يا مخدوم عبد القادر جيلاني يا عروة الممسكين يا قدوة الناسكين يا سيدي يا مخدوم عبد القادر جيلاني الله 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 الله
أرهم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مهد عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله ഈ തവസ്സുൽ മൈത്തിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്തിലാക്കി തരണേ അല്ലാഹ് അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി الله أرحم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مهد عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مهد عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مهد عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني الله 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 أرحم عبد القادر جيلاني بغداد مربت محي الدين شيخ കാണും മജ്‌ലിസിൽ വല്ല ഹാളറായി പോണേ ബഗ്ദാദിൽ മറവേട്ട മുഹിയുദ്ദീൻ ശൈഖ്
കാണും മജ്‌ലിസിൽ വന്ന് ഹാളായി പോണേ ബഗ്ദാദിൽ മറവേട്ട മുഹിയദ്ദീൻ ശൈഖ് കാണും മജ്‌ലിസിൽ വന്ന് ഹാളായി പോണേ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരി ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ മുഅ്മിനീങ്ങളെ ഇനി മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലാണ് എല്ലാവരും രണ്ട് കൈയിലൂതിയിട്ട് മുഖമൊക്കെ തടവി ശരീരഭാഗങ്ങളൊക്കെ തടവി ഇനി അൽഹംദുലില്ലാഹ് മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് കൂടി ചൊല്ലാണ് അത് ചൊല്ലിയിട്ട് നമുക്ക് ദുആർക്കാം അപ്പോൾ ഖുതുബുൽ അഖ്താബ് തങ്ങളെ തവസ്സുൽ ബൈത്ത് ചൊല്ലി ഇനി ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലാണ് എല്ലാവരും എല്ലാ റാഹത്തിൽ ചൊല്ലി അൽഹംദുലില്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر عليه ربنا صلى وسلم كل غلات على أحمد الذي وآله والصحاب والولين ندعو ربنا الكريم في توسل واستغاثة بقوة عيننا مدبر ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهك مدبر ولي إننا نأتي إليكم للإزاغة ما بنا شدة ثقافتي شيخنا مدبور ولي ليس خسران لمن أتى إليك طالبا بل بمطلب الله قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بقولي يا مدبور ولي كل عفريت وشيطان وجن ماردي أذهب البان الجناح قطبنا مدبور ولي كم كربات الكشفت العزين طائب فاكشف العل الودايا شيخنا مدبور ولي فرج عنا اللدى وكل ما يغيبنا في
الدرى وفي المعادن شيخنا مدبور وليه كنت كغفا حاميا لمن أتاك لاجئا كنت فينا ناصريا سيدي مدبور وليه آتنا من كل هذا عند كل هولنا صب فينا لم يكن شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أنت شيخنا فما لنا منهما اسمك رشد منك يا مدبور ولي ربنا اللهم أوصي لا إله مأمولنا وارغمنا دائميا شيخنا مدبور ولي واهدنا نهج الهدى هب لنا رضوانك كل آلات بهاك شيخنا مدبور ولي آتنا أمنا لظيما وسرورا إذ يجيء مالك الموت بهاك شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالبلي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب الملكين بالرضا كلنا رغباننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خفف لإصابنا بشيخنا مدبور ولي ربي سلم هذه الأمة أنزل كي قدا حين جاءني الصراط فنجينا يا غلي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على وسلم سيد الرسل الكرام والسلام دائما والعليا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാവരും രണ്ട് കയ്യിലോതിയിട്ട് മുഖം തടവുക
ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊടുക്കുക. പടച്ച റബ്ബേ, ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന്, ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മഹാന്മാരായ ഔലിയാക്കന്മാരെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹ്. അറിവിന്നിലാവ കുടുംബങ്ങളെ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹ്. ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് നിന്നോട് ചോദിക്കുന്ന റബ്ബേ, ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ്. എല്ലാം ഈ പവിത്രമായ മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് മുറാദുകൾ ഞങ്ങളെ മനസ്സിലുണ്ട്, എല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ. ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ സഹിച്ചവരാണ്, എല്ലാ തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് നീ പരിഹരിക്കണേ അല്ലാഹ്. തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ക്യാൻസർ മാറ്റണേ, തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ട്യൂമർ മാറ്റണേ, തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ഡയാലിസിസ് സുഖപ്പെടുത്തണേ, തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് കിഡ്നി തകരാറ് സുഖപ്പെടുത്തണേ, തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ലിവറിന്റെ പ്രോബ്ലം മാറ്റിത്തരണേ, തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റിത്തരണമല്ലാഹ്. തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെ മാറ്റിത്തരണേ അല്ലാഹ്. തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണമല്ലാഹ്. തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് കടബാധ്യതകളെ വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ റഹീമായ രാജാതിരാജനായ റബ്ബേ, കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ ഒരു ദിവസം പോലെ മൊഴിവില്ലാണ് അറിവിന്നിലാവ് കേൾക്കുന്നവരാണ് റഹ്മാനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, ഈ പവിത്രമായ മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളെ സഹോദരങ്ങളുടെ, ഞങ്ങളെ സഹോദരിമാരുടെ കല്യാണം ശരിയാക്കി തരണമല്ലാഹ്. മക്കളില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് തവസ്സുൽ ബൈത്തിന്റെ ബറകത്ത് കൊണ്ട് നീ മക്കളെ നൽകണേ റഹ്മാൻ. നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്, സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം എത്ര സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രസവിച്ച് 60 ദിവസം മാത്രം പ്രായമുള്ള യാ അല്ലാഹ് ചെറിയൊരു പൈതലിനെ കൊണ്ടുവന്നിരുന്ന ഉസ്താദെ ദുആ ചെയ്യണം, ഡോക്ടർമാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒഴിവാക്കിയില്ല. ഈ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഉസ്താദ് ദ്വാർക്കണമെന്ന് പറഞ്ഞ് പടച്ച റബ്ബേ, ആ പ്രിയപ്പെട്ട കുഞ്ഞിന് ആരോഗ്യം കൊടുക്കണം അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആ
ആസിഫ് എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലുള്ള കൂട്ടുകാരൻ വന്ന ഉസ്താദേ ദുആർക്കണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുന്ന സമയം ഞാൻ നേർച്ചയാക്കിയതാണ്, ആരൊക്കെ ഓപ്പറേഷൻ വേണ്ടി വരമെന്ന് പറഞ്ഞതാണ്, കുട്ടി തലതിരിഞ്ഞിട്ടാണെന്ന് പറഞ്ഞതായിരുന്നു ഉസ്താദേ. അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഞാൻ കൊണ്ടുവരാൻ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാർ എത്രയാണ് അല്ലാഹ്, എത്രയാണ് അല്ലാഹ്, എത്രയാണ് റബ്ബേ. മക്കളില്ലാതെ സങ്കടങ്ങൾ സഹിക്കുന്നവരെ എത്രയാ, മക്കളില്ലാതെ വിഷമങ്ങളെ പറയുന്നവരെ എത്രയാണ്. ഓരോ ദിവസവും മക്കളില്ല എന്ന സങ്കടം പറയാൻ വേണ്ടി മാത്രം വരുന്നവരെ എത്രയാ. തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ദുആർക്കണേ എന്ന് പറയുന്ന സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹ് അല്ലാഹ്, അവർക്ക് വേണ്ടി ഞങ്ങളെ ചോദിക്കുന്നു അല്ലാഹ്. സ്വാലിഹായ മക്കളെ തരണേ അല്ലാഹ്, സ്വാലിഹായ മക്കളെ തരണേ അല്ലാഹ്, സ്വാലിഹായ മക്കളെ തരണേ അല്ലാഹ്, സ്വാലിഹായ മക്കളെ തരണേ അല്ലാഹ്. പടച്ചവനെ പടച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസ് കേൾക്കുന്ന ഉമ്മമാര് ഉപ്പമാര് അമ്മമാര് അച്ഛന്മാര് അവരുടെ കുടുംബങ്ങളിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. യാ റബ്ബ് യാ അല്ലാഹ്, ഈ പവിത്രമായ മജ്‌ലിസിലെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം അതൊരു ബറക്കത്തിന്റെ വെള്ളമാക്കണം അല്ലാഹ്, ശിവ ലഭിക്കുന്ന വെള്ളമാക്കണം അല്ലാഹ്. ഉസ്താദേ ദുആർക്കണേ, തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ദുആർക്കണേ എന്ന് പറഞ്ഞിട്ട് എത്രയോ ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളോട് പറയാറുണ്ട്. റബ്ബേ, അവരുടെ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ലാഹ്, റാഹത്തിലാക്കി തരണേ അല്ലാഹ്.